അങ്ങനെ ഞാനൊരു അക്കാലത്തൊരു മ്യൂസിക് ഡയറക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൂർവ്വസൂരികളായ ആൾക്കാരെ ദേവരാജ മാഷയും ദക്ഷിണാമൂർത്തി സ്വാമിയും ബാബുരാജിനെയെല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ വെറുതെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുത്തു. ഒരു എല്ലാ പാട്ടുകളും ഇങ്ങനെ അധികം പാട്ടുകളും ദേവരാജ മാഷ് ഇങ്ങനെ ഒരു പ്രത്യേക ഗായികയെ കൊണ്ട് പാടിക്കുന്നത് ശരിയാണോ? അപ്പം മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ടിരുന്ന് തോന്നുന്നു ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, ഇത്രേ അദ്ദേഹം പറഞ്ഞോളൂ. അദ്ദേഹം അതിനെക്കുറിച്ച് ദോഷവും ഗുണമൊന്നും പറഞ്ഞില്ല. പക്ഷേ ദേവരാജ മാഷ് എന്തിനാണ് ഇങ്ങനെയുള്ള ഗായകരെ കൊണ്ട് പാടിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ എഴുതിയത്. പിൽക്കാലത്ത് ദേവരാജ മാഷ് തന്നെ എൻ്റെ അടുത്ത് ദേവരാജ മാഷോട് ഞാൻ പറഞ്ഞു ഞാനാണ് അങ്ങനെ എഴുതി. മാഷ് ഈ പറയുന്ന മ്യൂസിക് ഡയറക്ടറെ തല പിടിക്കുകയോ ചെയ്തൊരു സംഭവം ഉണ്ടായി ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരുപാട് ഇന്നിപ്പം ഞാൻ പിന്നീട് സിനിമയിൽ തന്നെ വന്നതുകൊണ്ടും പിൽക്കാലത്ത് എനിക്ക് ബന്ധമുള്ള പല കഥാപാത്രങ്ങളും വന്നു പോകുന്നതുകൊണ്ടും അന്നത് കാണിച്ച പല കുരുത്തക്കേടുകളെക്കുറിച്ചും ഇന്നിപ്പം ഒരു തമാശ രൂപേണ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സിനിമയിൽ ഒരു സിനിമാ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക രീതിയായിരിക്കാം. പറഞ്ഞതും പറയാത്തതും എഴുതി വെക്കുന്ന, അല്ലെങ്കിൽ ചോദിച്ച് അവരൊന്നും മൂളാൻ നിൽക്കും. അത് മൂളിയാൽ മതി. നമ്മളൊരഭിപ്രായം പറഞ്ഞ് അവരെ കൊണ്ടൊന്ന് മൂളിക്കും. എന്നിട്ട് ഇത് അവരുടെ അഭിപ്രായമായിട്ട് എഴുതി വെക്കും.